നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഫേവറിറ്റിസം ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ഫേവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്? ഈ ഫേവർ ചെയ്യുന്ന ആളിനെ ജയിച്ച് കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ഈ ഒരു ഫേവറിറ്റിസം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന വേദലക്ഷ്മിയുടെ കേസിൽ ലാലേട്ടൻ വന്ന് ഇങ്ങനെ പറയുന്നു, ഇതൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയൊക്കെ പറയും. യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം എന്താണ് ബിഗ് ബോസ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ബിഗ് ബോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു റിയാലിറ്റി പ്രോഗ്രാമാണ്. ഇതിനകത്ത് ഏതാണ്ട് കോടികളുടെ മുതൽ മുടക്കാണ് ഇതിനകത്തുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ലാലേട്ടന് വരെ എനിക്ക് ഈ ഒരു സീസൺ 7-ൽ നിന്ന് കിട്ടുന്നത് ഏതാണ്ട് അറൌണ്ട് 18 crores, അതായത് 18 കോടി രൂപയാണ് ലാലേട്ടന് ലഭിക്കുന്നത് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ നിന്ന് മാത്രം. അതായത് ഒരു എപ്പിസോഡിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 15 ലക്ഷത്തോളം രൂപ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട് ലാലേട്ടന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ കുറവാണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു സൽമാൻ ഖാന് ഒരു സീസണിൽ കിട്ടുന്നത് ഏതാണ്ട് 150 കോടി രൂപയാണ്. ഇവിടെ ലാലേട്ടന് വെറും 18 ആണെങ്കിൽ ഇവിടെ സൽമാൻ കിട്ടുന്നത് 150 കോടി രൂപയാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഒരു ബിസിനസ് ആണിത്. അപ്പൊ അവർക്ക് കണ്ടന്റ് വേണം, അതിന് വേണ്ടിയിട്ട് ക്യാഷ് ഉണ്ടാക്കണം. ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പലരെയും പ്രൊട്ടക്ട് ചെയ്യും, പലരിടത്തും ഫേവറിറ്റിസം കാണിക്കും. അത് അവർക്ക് കപ്പ് വാങ്ങിക്കൊടുക്കാനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അവരെങ്ങനെയെങ്കിലും 100 ദിവസം അതിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ലക്ഷ്മിയുടെ കേസ് ഞാൻ പറയും. ഇപ്പോ ലക്ഷ്മി വന്നു, അതായത് വേദലക്ഷ്മി വന്നു, ഇന്നലത്തെ ഒരു വലിയ ഒരു ആരോപണം ഉന്നയിച്ചു. മറ്റൊന്നുമല്ല, ആദിലയും നൂറയ്ക്ക് അവരെ ആരും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നു. ലാലേട്ടൻ വന്ന് അവരെ ഫയർ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്നു, അവരെ നാണം കെടുത്തിയിരിക്കുന്നു, ഞാൻ എന്റെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഈ വേദലക്ഷ്മി എന്തിനാണ് ഇവർ ഇതിനകത്ത് കൊണ്ടുവന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന വേദലക്ഷ്മിയെ ഏതു ബേസിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് കൊണ്ടുവന്നത്? ഒരു തർക്കവും വേണ്ട. ഈ ഒരു റീസണിൽ തന്നെയാണ് വേദലക്ഷ്മി ഇതിനകത്ത് കയറ്റിക്കൊണ്ടത്. വേദലക്ഷ്മി ഇവിടെ വന്ന് LGBTQ അല്ലെങ്കിൽ ഈ പറയുന്ന ലെസ്ബിയൻ കപ്പിളിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വേദലക്ഷ്മി ഇവിടെ കൊണ്ടുവന്നത്. ആർക്കെങ്കിലും അതിന് സംശയമുണ്ടോ? ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അതിനു വേണ്ടി തന്നെയാണ് കൊണ്ടുവന്നത്. അതായത് ഒരു LGBT അല്ലെങ്കിൽ ഒരു LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവരെ എതിർക്കുന്ന ഒരു വിഭാഗം കൂടി അതിനകത്ത് വന്നാൽ മാത്രമേ ഇവിടെ അടി ഉണ്ടാവത്തുള്ളൂ. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത ചിന്താഗതിയിലുള്ള ആൾക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ ഫൈറ്റ് നടക്കത്തുള്ളൂ. ഒരേ തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ നടക്കത്തില്ല. കഴിഞ്ഞ വർഷം അഭിഷേക് ശ്രീകുമാറിനെ അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. അഭിഷേക് ശ്രീകുമാർ ഇവിടെ വന്ന് എന്ത് ചെയ്യണം? ഈ പറയുന്ന അഭിഷേക് ജയദേവിനോട് ഫൈറ്റ് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിലോട് കൂടി തന്നെയാണ് കൊണ്ടത്. അങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു കണ്ടന്റ് ആയി. ഇപ്പോ വേദലക്ഷ്മിയെ കൊണ്ടുവന്നത് എന്താണ് അവർ ഉദ്ദേശിച്ചത്? അത് ഇന്നലെ നടന്നു. അവർക്ക് ഒരു എപ്പിസോഡ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇത് വേദലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാവും. ഇങ്ങനെ കണ്ടന്റ് ഉണ്ടോ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? നഖശികാന്തം എതിർക്കാം. അന്ന് എനിക്ക് അന്നത്തെ TRP, ആ ഒരൊറ്റ TRP മതിയായിരിക്കും കോടികൾ പറയുന്നത്. ആ ഒരു TRP 1-2 ആഴ്ച അതുമായി ബന്ധപ്പെട്ട് എപ്പിസോഡ് മുന്നോട്ട് പോകും. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് കയറ്റിയത്. അല്ലെങ്കിൽ വേദലക്ഷ്മിയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതൊന്നും അറിയാതെയാണ് ബിഗ് ബോസ് ഇതിനകത്തോട്ട് എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഇല്ല, അവിടെയുള്ള എല്ലാവരുടെയും കൃത്യമായിട്ട് എന്താണ് അവരുടെ പ്രൊഫൈല്, അവർക്ക് ആർക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്, അവരെന്താണ് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം ഇവിടെ കൊണ്ടുവന്നാൽ, ബിഗ് ബോസ് വീടിനകത്ത് കൊണ്ടുവന്നാൽ അവർ ഏത് രീതിയിൽ സംസാരിക്കും, നമുക്ക് ഏത് രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കും എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും ഇതിനകത്തോട്ട് കയറ്റി വിടുന്നത്. മനസ്സിലാക്കുക, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടപ്പോൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? വേദലക്ഷ്മിയെ കൊണ്ടുവന്നു. വേദലക്ഷ്മി ഇവിടെ കൊണ്ടുവന്നാൽ അത് സംസാരിക്കുമെന്ന് ഇവർക്ക് 100% അറിയാം. അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് കണ്ടന്റ് ആയി. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് കണ്ടന്റ് ആവൂ. അവിടെ ലാലേട്ടൻ വന്ന് ഈ ഫയർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എല്ലാവരും കൈയടിച്ച് പാസാകരുത്. എന്താണ് ഇതുപോലത്തെ ഒരു എപ്പിസോഡ്? ഇപ്പൊ ഞാൻ ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്നു, അവരിങ്ങനെ ഒരാളെ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ എന്തിന് ഈ വീടിനകത്തോട്ട് വന്നു, എന്തിനു വന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവർ ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അറിഞ്ഞുകൂടാന്ന് പറയരുത്. വേദലക്ഷ്മി ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്കെതിരെയാണെന്ന് 100% നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനു നിങ്ങൾ ഇവരെ ഇവിടെ കൊണ്ടുവന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അഭിഷേക് ശ്രീകുമാറിനെ വിത്ത് പ്രൊഫൈലിൽ വരെ ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാമായിരുന്നു LGBTQ കമ്മ്യൂണിറ്റിന് എതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തിനാ അവരെ ഇതിനകത്ത് കൊണ്ടുവന്നു?
ഇത്രയേ ഉള്ളൂ. അവർക്ക് ബിസിനസ്സാണ്, തമ്മിൽ അടുപ്പിക്കുക, എന്നിട്ട് ചോറ് കുടിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഒരു അജണ്ട. അത് അവരെ കുറ്റം പറയാൻ പാടില്ല. ഇത്രയും കോടികൾ മുടക്കി ഒരേ സ്വഭാവമുള്ള ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ അതിനകത്ത് കൊണ്ടിട്ടിട്ട് ഒരു കാര്യമില്ല. അവരവിടെ പിന്നീട് പാട്ടും പാടി ഈ പറഞ്ഞതുപോലെ കഞ്ഞിയും കറിയും വെച്ച് കളിച്ച് അവിടെ ജീവിക്കത്തേ ഉള്ളൂ. അപ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള ആൾക്കാരെ കൊണ്ടിടുക എന്നുള്ളതാണ്. ഒരാളെ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു മെയിൻ ആയിട്ടൊരു ഉദ്ദേശമുണ്ട്. ഒരാളെ കൊണ്ടുവരുമ്പോൾ അവർ ഏത് രീതിയിലുള്ള കണ്ടന്റ് നമുക്ക് തരും എന്നുള്ള ഉദ്ദേശം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അക്ബറിലേക്ക് വന്നാൽ, അക്ബറിന്റെ കേസിൽ അക്ബറിന് ഫേവററ്റിസം അവർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ 101% ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അത് എന്തിനും കൂടി പറഞ്ഞുതരാം. ഇനി ഫേവററ്റിസം ചെയ്യുന്നില്ല അതിനൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വന്ന ആഴ്ചകളിൽ, തുടക്ക ആഴ്ചകളിൽ തന്നെ അക്ബറിന്റെ ഉമ്മ വരുന്നു. അക്ബറിന്റെ ഉമ്മ വന്ന് ഇവിടെ അവന് എന്ത് ചെയ്യുന്നു, അവനൊരു ഉപദേശം കൊടുക്കുകയാണ്, അവന്റെ അഗ്രസീവ് മാറ്റണം പിന്നെ എന്നുള്ളൊരു ഉപദേശം കൊടുക്കുന്നു. എന്തിന്? 2 ആഴ്ച തുടങ്ങുമ്പോൾ അക്ബർ അങ്ങനെ ഒരു വലിയൊരു തെറ്റും കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല. മറ്റ് ഒരു കണ്ടസ്റ്റൻസിനും കിട്ടാത്ത ഒരു പ്രിവിലേജ് അക്ബറിന് അവിടെ കിട്ടുന്നു. അക്ബറിന്റെ ഉമ്മയെ വിളിച്ചു വരുത്തി അക്ബറിന് മാർഗനിർദ്ദേശം കൊടുക്കുന്നു. എന്താണ്? നീ ഇങ്ങനെ കളിക്കരുത് എന്ന് മാർഗനിർദ്ദേശം കൊടുക്കണം. അതിന്റെ ആവശ്യം എന്താണ്? അവിടെ തന്നെ ഒരു ഏറ്റവും വലിയൊരു ഫേവററ്റിസം അവിടെ ആയി. കാരണം നമ്മുടെ അവിടെയുള്ള മത്സരാർത്ഥികളുടെ റിയൽ ഫേസ് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ വെളിയിലുമായിട്ട് ആരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മത്സരാർത്ഥികൾ, വെളിയിൽ എന്ത് നടക്കുന്ന അവർക്ക് അറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മൂന്നാമത്തെ ആഴ്ച അക്ബറിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം ഉമ്മ തന്നെ വന്ന് അക്ബറിന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഫേവറിറ്റിസം അല്ലേ? ഉറപ്പായിട്ടും അത് കാര്യം നമുക്ക് അത്രയ്ക്ക് വലിയ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിന്റെ കേസൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അതെങ്ങനെ കത്തി ആ ഒരു പീക്ക് ലെവലിൽ എത്തുകയും ജാസ്മിന്റെ ഫാമിലി തന്നെ അവളെ തിരിച്ചു വിളിക്കും എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവൾക്ക് വാപ്പയെ വിളിച്ചത്. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഈ പറയുന്ന നമ്മുടെ രേണുവിനെ എന്ത് ചെയ്തു, സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു എന്നുള്ളതല്ലാതെ അവിടെ വേറെ ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഇവന്റെ വായി തോന്നുന്ന കുറെ തെറികളും കുറെ പ്രോപ്പർട്ടീസിൽ വലിച്ചെറിയുക അതിന്റെ സ്ഥിരമാണല്ലോ. അപ്പൊ അതൊക്കെ ചെയ്തപ്പോൾ അവിടെ നിന്ന് അവനെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് വളരെ ഉറപ്പായിട്ട് ഒരു ഫേവറിറ്റിസമാണ്. അതുപോലെ ഉമ്മ ഇന്നലത്തെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ആദിലയും നൂറയുടെയും കേസ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ ഒരു ചർച്ച ആദിലയെയും നൂറയെയും പറ്റി അക്ബറിന്റെ ഉമ്മയുടെ പരാമർശം അവിടെ ബിഗ് ബോസ് വീട്ടിനകത്ത് ചർച്ചയായി. ആദിലയും നൂറയും തമ്മിൽ സംസാരിക്കുന്നു, കരയുന്നുണ്ട്, ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഉമ്മയ്ക്ക് ഈ ഒരു സംഭവം പറഞ്ഞില്ല. അപ്പോഴേക്ക് ഉമ്മയ്ക്ക് വന്ന് പറയാമായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ അപ്പോഴൊന്നും ആരും പറഞ്ഞില്ല. ഇപ്പോഴിത് പറയാൻ കാരണം, ഇപ്പൊ ലാലേട്ടൻ വന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടോ, കാരണം ഇവരാരും കേട്ടില്ല. കേട്ടവർ ഇപ്പൊ വീട്ടിനകത്തില്ല. പുറത്തു പോയ ആൾക്കാർ പലതുമാണ് നൂറയുടെ അടുത്ത് വന്ന് ഈ സംസാരിച്ച് പറഞ്ഞു കൊടുത്തത്. അക്ബർ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ കേട്ടില്ല, പക്ഷെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ അപ്പോഴത്തെ ആ ടെൻഷനിൽ പറഞ്ഞായിരിക്കും ഞാൻ സോറി പറയുന്നു എന്നൊക്കെ ഈ പറയുന്ന അക്ബർ അവിടെ എന്ത് ചെയ്തു, അവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് നൂറയുടെ അടുത്ത് തന്നെ. അതിനുശേഷം ഉമ്മ വന്ന് ഫോൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അക്ബറിന് അകൽച്ചയുണ്ടായിരുന്നു. ഇപ്പോഴാണ് അക്ബർ അവരുമായിട്ട് മിണ്ടിയത്. അപ്പോ ലാലേട്ടൻ ഇവിടെ ഒന്ന് പറയുന്നു നിങ്ങൾ കേട്ടോ, കാരണം ലൈവിൽ ഇത് കേട്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല, അവര് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കേട്ടോ, അവരുടെ വായടയുന്നു. എന്നിട്ട് ടപ്പേനെ തന്നെ ഉമ്മയെ കൊണ്ടൊരു വീഡിയോ ഇടിപ്പിക്കുന്നു. അപ്പം ഈ പറയുന്ന പ്രേക്ഷകരിലേക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്നു. അങ്ങനെ ഒരു ഇത് തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് ഉണ്ട് എങ്കിൽ ആദിലയും നൂറയും അവിടെ വന്ന് ചർച്ച ചെയ്തപ്പോൾ നിങ്ങളത് ക്ലിയർ ചെയ്യണ്ടേ? നിങ്ങളത് ക്ലിയർ ചെയ്തു. ആദിലയും നൂറയും അവിടെ വന്ന് കരഞ്ഞുകൊണ്ട് തന്റെ ഉമ്മ വന്ന് ഇങ്ങനെ മറ്റുള്ളവരെ മൊത്തം പറഞ്ഞ പ്രശ്നമില്ല, പക്ഷെ നമ്മുടെ പേരെടുത്തു പറഞ്ഞ് നമ്മുടെ അടുത്ത് കൂട്ടുകൂടല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ ക്ലാരിഫൈ ചെയ്തില്ല? പിറ്റേ ദിവസം എന്തുകൊണ്ട് ലാലേട്ടൻ വിളിച്ചിട്ട് അങ്ങനെയല്ല, ആരാണ് ഇത് പറഞ്ഞത്, എന്തിനാ തെറ്റായിട്ടുള്ള കേസ് പറഞ്ഞു കൊടുത്തത് എന്ന് എന്തുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞില്ല? നിങ്ങൾ ഉത്തരം പറയണമല്ലോ. ഇതുപോലെ ഒരു തെറ്റായിട്ട് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഒരു മത്സരാർത്ഥിയുടെ ഉമ്മയെ പറ്റി ഒരാൾ ആരോപിക്കുമ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടേ നിങ്ങള്? അപ്പൊ അപ്പോഴൊന്നും ക്ലിയർ ചെയ്തില്ല. ഇപ്പൊ ഒന്ന് ക്ലിയർ ആയുള്ള കേസ് ഒന്നും, അതും ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന അക്ബറിനോടുള്ള ഫേവറിറ്റിസം തന്നെയാണ്. അക്ബറിന്റെ ഉമ്മ വന്ന് ഒരു വീഡിയോ അതും അവരുടെ ഇതിന്റെയൊക്കെ ഒരു അജണ്ടയാണ്. മനസ്സിലായി? നിങ്ങൾ ആദ്യം മനസ്സിലായി. ഈ അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്ബറിന്റെ ഉമ്മയെ പറ്റി ഇത്രയും വലിയൊരു ആരോപണം പറയുകയും ഇവരൊക്കെ ഇരുന്ന് കരയുകയും ഒക്കെ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിന് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണമായിരുന്നു. ആരാണ് ഈ നുണ പ്രചരണം നടത്തിയത് എന്ന് പ്രേക്ഷകർക്ക് തെളിയിച്ചു കൊടുക്കണമായിരുന്നു. ഇത് ആഴ്ചകൾക്കപ്പുറം പോയി ഇത് വന്ന് പറഞ്ഞ ആള് തന്നെ എന്ത് ചെയ്തു, ബിഗ് ബോസ് വീടിനകത്ത് നിന്ന് പുറത്തായി, എവിക്റ്റായി പോയി. അതിനുശേഷം ഇവിടെ വന്ന് പ്രേക്ഷകരെ പറ്റിക്കുന്നതിലുള്ള കുറെ പേര് പറ്റും, പക്ഷെ ഞാൻ പറ്റത്തില്ല. ഇനിയും അക്ബറിനെ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അക്ബറിനോട് ഈ ഒരു ഫേവററ്റിസം ചെയ്യുന്നത്?
ഒരിക്കലും അല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അക്ബറിനെ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇവരുടെ ഉദ്ദേശം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ഒരു ഹീറോ ഉണ്ടെങ്കിൽ അവിടെ ഒരു വില്ലൻ വേണം, ആണോ? ഒരു ഹീറോ ഉണ്ട്, ഒരു നായകൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു വില്ലൻ വേണം. ഇവിടെ ഈ സീസണിലെ വില്ലൻ ആണെന്ന് ചോദിച്ചാൽ അത് അക്ബറാണ്. ഈ അക്ബറാണ് എല്ലാവരെയും ഈ പറയുന്ന നഖശികാന്തം എതിർക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അക്ബർ ഉള്ളപ്പോൾ അവിടെ ഒരു ഹീറോ ആരോ ആയിക്കോട്ടെ, അതിപ്പോ അനീഷ ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇവിടെ ഈ തെറ്റിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള എല്ലാവരെയും എതിർക്കുന്ന ഒരു വ്യക്തി ആരായിരുന്നു? അക്ബറായിരുന്നു. അപ്പൊ ഈ അറിയുന്ന അക്ബറിനെ എങ്ങനെയും 100 ദിവസം വരെ കൊണ്ടുപോകണം. ഇപ്പൊ അക്ബറിനെ പുറത്താക്കിയെന്ന് കരുതിക്കോ, അക്ബറിന് വോട്ടില്ല, പുറത്തായി, പിന്നെ അവിടെ ആരാ ഈ പ്രതികരിക്കുന്നത്? ഒരൊറ്റ മനുഷ്യർ പ്രതികരിക്കില്ല. ഒരു ഷോ ഡയറക്ടറുടെ അല്ലെങ്കിൽ പണം മുടക്കി ഒരു ഷോ ചെയ്യുന്നവന്റെ തിങ്കിങ് ആണ്. ഇപ്പൊ ഞാനാണ് ഈ പണം മുടക്കി, ഞാൻ ആഗ്രഹിക്കും എന്താണ്? അക്ബർ അവിടെ വേണം. അവിടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവനെ നെഗറ്റീവാക്കി അവിടെ ഇരുത്തിയിട്ട് അവനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആര് കണ്ടന്റ് കൊടുക്കും? ആര് ഈ അനീതി കാണിക്കും? ആര് ഈ ടോക്സിക് കാണിക്കും? ഇവിടെ ഈ സീസണിൽ ഏറ്റവും വലിയ ടോക്സിക്കാരാണ്. ഞാൻ പറയും അക്ബറാണെന്ന് പറയും. അവിടെ അക്ബർ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ സാധനങ്ങൾ വലിച്ചെറിയുന്നുണ്ട്, തെറിവാക്കുകൾ വിളിക്കുന്നുണ്ട്, ആരുടെയും വാക്കുകൾ വളരെ മ്ലേച്ഛമായ വളരെ വൃത്തികെട്ട വാക്കുകൾ സ്ത്രീകളെ വിളിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ വേദലക്ഷ്മി പറയുന്നുണ്ട്, നിന്റെ മടിയെ കയറി ഇരിക്കാൻ ഞാൻ വന്നോ എന്ന് അവൻ ചോദിച്ചു. അതിനെ ലാലേട്ടൻ അവിടെ നോർമലൈസ് ചെയ്തു. അത് ആ സമയത്ത് അങ്ങനെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്തു. ഒരു പെണ്ണിന്റെ അടുത്ത് പറയുന്നത് നിന്റെ മടിയിൽ കയറി ഇരിക്കാൻ, നിന്റെ മടിയിൽ കയറി ഇരുന്നു എന്ന് പറയുന്നതിൽ ലാലേട്ടൻ അവിടെ എന്തിട്ട് നോർമലൈസ് ചെയ്തു. അവനെ അവിടെ എന്ത് ചെയ്തു? ഒരു ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നീ ഇനിയും വിളിച്ചോ, നീ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ചെയ്തോ. അതുമല്ല ഈ ടാസ്കിൽ നമ്മുടെ ആ പറയുന്ന ചെരുപ്പ് ഫാക്ടറി ടാസ്കിൽ അവൻ ചെയ്ത ആ ഒരു സംഭവം, അതായത് അവിടെ ഒരു ഒരു ഗുണ്ടായിസമാണ് അവിടെ കാണിച്ചതല്ലേ. അപ്പോൾ ലാലേട്ടൻ അവിടെ നോർമലൈസ് പറഞ്ഞു, ഇങ്ങനെ പിന്നെ ആക്രമണങ്ങൾ നടത്താതെയും ബഹളം ഉണ്ടാക്കാതെയും നമുക്ക് സമരം ചെയ്യാം എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്ത് വിട്ടു. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വന്ന് ഈ പ്രോപ്പർട്ടികൾ എടുത്തെറിയുന്നത് എന്തിന്? അതിനുള്ള അവകാശം എന്ത് വന്നു? പ്രോപ്പർട്ടി എടുത്തെറിഞ്ഞപ്പോ ഈ പറയുന്ന ഷാനവാസിന്റെ കണ്ണിന്റെ ഭാഗത്ത് കൊണ്ടു. അത് ആരുടെയും ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ അത് മുറിവായിരുന്നെങ്കിൽ ഇത്രയും ഈ പറയുന്ന മൂർച്ചയുള്ള ആയുധങ്ങളുണ്ട്, അത് നിങ്ങൾ എടുത്തെറിഞ്ഞാൽ ആർക്കെങ്കിലും മുറിവ് പറ്റിയാൽ നിങ്ങൾ സമാധാനം പറയോ എന്നൊരു വാക്ക് എന്തുകൊണ്ട് അക്ബറിനോട് ചോദിക്കത്തില്ല. അവനെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് വിടുക. അവിടെ അക്ബറിനെ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം ബൂസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർക്കൊരു വില്ലനെ വേണം. അക്ബറിനെ ഈ പറയുന്ന സീസൺ അതായത് 100 ദിവസമാണെങ്കിൽ 100 അവസാന ഫിനാലെ വരെ അക്ബറിനെ കൊണ്ടുപോകണം. അതുവരെയുള്ള റീച്ച് അവർക്ക് വേണം. അല്ലാതെ അവന് കപ്പെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഈ പറയുന്ന നമ്മുടെ അപ്പാനി ശരത്ത് എങ്ങനെയാ പുറത്തു പോയത്? അപ്പാനിയും ഈ പറയുന്ന അക്ബറും ഇവര് രണ്ടുപേരും ഒറ്റ ചങ്കൾ. ഇവരാണ് ഇവിടെ കിടന്ന നെഗറ്റിവിറ്റി അല്ലെങ്കിൽ പരദൂഷണം അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ രണ്ടുപേർക്കും നെഗറ്റീവായിട്ട് വന്നു. രണ്ടുപേർക്കും വളരെ നെഗറ്റീവായിട്ട് വന്നു. രണ്ടുപേരും മറ്റു സുഹൃത്തുക്കളാണ്. അക്ബറിന്റെയും ഈ പറയുന്ന അപ്പാനിയുടെ വോട്ട് വളരെ താഴെയായിരുന്നു. അപ്പൊ ആ സമയത്ത് അന്നത്തെ എവിഷം വന്നപ്പോ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒനിയെ രക്ഷപ്പെട്ടുകൊണ്ട് അപ്പാനി ശരത്ത് ഔട്ടാകുന്നു. എങ്ങനെ ഔട്ടായി? അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ പറയുന്ന ഏഷ്യാനെറ്റ് ഇത്രയും വലിയ കോടികൾ മുടക്കി ഇത്രയും വലിയ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവരിങ്ങനെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഒരു ലാസ്റ്റ് ഒരു 2-3 അവർ ആവുമ്പോൾ ആരാണ് പുറത്തു പോകുന്നത് എന്ന് അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഇപ്പോ ഒനീനാണ് പുറത്തു പോകുന്നത്. അപ്പൊ ഇവർക്ക് ഈ പറയുന്ന അക്ബർ ഈ പറയുന്ന അപ്പാനിയുടെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നെഗറ്റീവായി പോകുമെന്നറിയാം. ഇവരുടെ കൂട്ടുകെട്ട് പിരിക്കണം. അങ്ങനെ വന്നപ്പോൾ ഒനീനെയും ഈ അപ്പാനിക്കും തമ്മിൽ വളരെ കുറച്ച് വോട്ടിന്റെ മാത്രം വ്യത്യാസം, ഒരു 10,000, 2,000, 3,000, ഈവൻ 5,000 വോട്ടിന്റെ വരെ വ്യത്യാസമുണ്ടെങ്കിൽ ഇവർ തന്നെ ആ വോട്ട് ഇവരുടെ തന്നെ ആൾക്കാരുണ്ട്, പലരെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ഇവർ തന്നെ വോട്ടിൽ കള്ളത്തരം കാണിക്കാൻ പാടില്ല, പക്ഷെ ഇവർക്ക് തന്നെ ഏജൻസികളുണ്ട്, അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ബൂസ്റ്റ് ചെയ്യാം. അങ്ങനെ വന്ന് എന്ത് ചെയ്തു? ഈ ഒനീലിനെ ഈ പറയുന്ന അപ്പാനിയും കാട്ടി വോട്ട് കൂട്ടുകയും അപ്പാനിയെ പുറത്താക്കുകയും ചെയ്തു. അപ്പാനിയെ പുറത്താക്കിയപ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഈ പറയുന്ന അപ്പാനിയുടെ വോട്ട് കൂടി അക്ബറിന് കിട്ടി. അപ്പാനിയും അക്ബറും ഒരേ അറ്റ ചങ്കായിരുന്നല്ലോ. അവർക്കറിയാം ഇവനെ പുറത്താക്കുമ്പോൾ ആ അപ്പാനിയുടെ വോട്ട് കൂടി അക്ബറിന് കിട്ടുകയും ചെയ്യും. അവരുടെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ആവുകയും ചെയ്യും. മനസ്സിലായോ? അതിനുശേഷം ഈ പറയുന്ന അക്ബറെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അക്ബറിന് തന്നെ സ്ക്രീൻ സ്പേസ് കൊടുത്തുകൊണ്ട് അക്ബറിന്റെ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് എല്ലാ ടാസ്കുകളിൽ അക്ബറിന് ഒരു മുൻകൈ, ഒരു മേൽക്കൈ കൊടുത്തുകൊണ്ട് ലാസ്റ്റ് പറയുന്ന ചെരുപ്പ് ടാസ്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അക്ബർ ചെയ്ത് സത്യം പറഞ്ഞ ടാസ്ക് വായിച്ചു കൊണ്ടെന്നല്ല. ഇന്നലെ ലാലേട്ടൻ പറയുന്നുണ്ട്, ആ ടാസ്ക് ഒരു ചെറിയ ടാസ്ക് ആയിരുന്നു, നമ്മൾ ഇങ്ങനെ വന്നിട്ട് കോയിൻ എടുത്ത് അത് മാത്രമായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ അതെല്ലാം കൂടി ഇത്രയും നല്ല രീതിയിൽ അത് ചെയ്തു. അപ്പൊ അവിടെയും ബൂസ്റ്റ് കൊടുക്കുന്ന ആരാണ്? അക്ബർ. പക്ഷെ അവിടെ ആ ഒരു ടാസ്കിൽ ഇവരുടെ ജോലി തടസ്സപ്പെടുത്തണം എന്നൊക്കെ തീരുമാനിച്ചതാണ്. ആ ഒരു ബുദ്ധി ആദ്യം കൊണ്ടുവന്നതാണ് അഭിലാഷാണ്.
അഭിലാഷിനാണ് ഇങ്ങനെ ഒരു ബുദ്ധി വരികയും അത് ഒണിയിലുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവിടെ ക്രെഡിറ്റ് പോയത് ആർക്കാണ്? ഇവിടെ ക്രെഡിറ്റ് പോയത് അക്ബറിനാണ്. അതുപോലെ വീണ്ടും ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ലാസ്റ്റ് ഈ പറഞ്ഞ ഈ അനുമോളുടെ കേസിൽ അവിടെ ഡെമോ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അക്ബർ എണീറ്റ് പോയി എന്ന് പറഞ്ഞ് അക്ബറിന് കൈയടിച്ചു കൊടുത്തു. അവിടെ ഒണീനും എഴിച്ചു പോയായിരുന്നു. ഒണീന്റെ പേര് പറഞ്ഞു, ഒണീന്റെ പേര് പറഞ്ഞില്ല. ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നില്ല, അത് ഇഷ്ടപ്പെടാതെ എഴിച്ചു പോയത് അക്ബർ മാത്രമാണ് എന്ന് ലാലേട്ടൻ പറയുന്നു. അപ്പൊ ഒണീനാണ് അങ്ങോട്ട് അറിയില്ല, ഞാനും കൂടി പോയി. അപ്പൊ എന്താ ഇവർക്ക് കണ്ടുകൂടെ? ഇവർ ഇത്രയും ക്യാമറ വെച്ചിരിക്കുമ്പോൾ ഇവർക്ക് എന്താ കണ്ടുകൂടെ? അക്ബർ മാത്രമല്ല ഒണിയിലും കൂടി അയച്ചു പോയി കണ്ടുകൂടെ? അപ്പോ ഇതെല്ലാം ഒരു ഫേവററ്റിസം ആണ്. ആ ഫേവററ്റിസം ഇവരൊരു കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആ ഫേവററ്റിസം ചെയ്യുന്നത് അവർക്കൊരു വില്ലനെ വേണം. ഒരു ഹീറോ ഉണ്ടെങ്കിൽ ഒരു വില്ലനെ വേണം, ഇല്ലെങ്കിൽ ആ പടം ഫ്ലോപ്പാണ്. ഏത് പ്രോഗ്രാമായാലും ഫ്ലോപ്പാണ്. അപ്പോൾ എത്രയും ബൂസ്റ്റ് കൊടുത്ത് പിന്നെ ആ ഇപ്പൊ അക്ബറിന് ബൂസ്റ്റ് കൊടുത്തുള്ള റീലുകളും സംസാരം വരുമ്പോൾ പ്രേക്ഷക പിന്തുണ കയറും. അക്ബറിന് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കയറും. അങ്ങനെ വോട്ട് വീഴും. വോട്ട് വീണ ഇവർക്ക് റിസ്ക് ഇല്ല. എങ്ങനെ പോയാലും അക്ബറിന് വോട്ടിട്ട് ഈ പറയുന്ന പിന്നെ അവസാന ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ 100-ാം ദിവസങ്ങളിലേക്ക് അക്ബറെ കൊണ്ടെത്തിക്കുക. ഇതാണ് സിമ്പിൾ. ഇതാണ് അവരുടെ ആചാരം. അല്ലാതെ അക്ബറിന് കപ്പ് കൊടുക്കാനെന്നോ അല്ലെങ്കിൽ അക്ബറിനോട് ഇഷ്ടം കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊന്നുമല്ല. അവർക്ക് ഷോ എന്ന് പറഞ്ഞാൽ അക്ബർ എന്ന് പറഞ്ഞാൽ അവരെ കുഞ്ഞമ്മേരെ മക്കളൊന്നുമല്ല. അവർക്ക് ഇത്രയും കോടികൾ മുടക്കി എടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ അവർക്ക് റിട്ടേൺ കിട്ടണം, അവർക്ക് ക്യാഷ് തിരിച്ചു കിട്ടണം. അത് ആരെങ്കിലും വില്ലനെങ്കിൽ വില്ലൻ, അല്ലെങ്കിൽ ഒരാളെ മോശപ്പെട്ട രീതിയിലാക്കിയ അങ്ങനെ ആരെങ്കിലും കൊണ്ടുവരണം. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടന്റ് കിട്ടുന്ന ഒരാളെ ബൂസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് പല കളികളും അവർ കളിക്കും. അവരെ രക്ഷപ്പെടുത്തും. ലാസ്റ്റ് പിന്നീട് ഈ ആര്യൻ ഒരു എപ്പിസോഡിൽ നോ എവിഷനായിരുന്നു. അന്ന് ഔട്ടാവാനുള്ള ആരായിരുന്നു? ആര്യനായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, അന്ന് ഔട്ടാവാനുള്ള ആര്യനായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ആര്യൻ അന്ന് ഔട്ടാവും എന്ന് കരുതി ആ ദിവസം അവര് നോ എവിഷനാക്കി. ഇപ്പൊ ആര്യന്റെ ഗ്രാഫ് കയറി വരുന്നു. എങ്ങനെ? ഈ ആര്യനും ജിസയിലുമായിട്ട് ഒത്തു നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ആര്യന് വോട്ട് കുറയുമെന്നറിയാം. ഇപ്പൊ ആര്യന് വോട്ട് കൂടി നിൽക്കുന്നത് ജിസയിൽ ഔട്ടായത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഇതിൽ ആര്യന് വേണം. ആര്യൻ അവരുടെ ടോക്സിക് ആണ്, അവരുടെ റിലേഷൻഷിപ്പ് വേണം, അവർ കാണിക്കുന്ന കുൽസിതങ്ങൾ അവർക്ക് വേണം, അത് പുറത്തു വരണം, ആൾക്കാർ ചർച്ച ചെയ്യണം. ഇത് തന്നെയാണ്. അതുകൊണ്ട് ആര്യനെ ഇവിടെ നിന്ന് എടുത്ത് ഔട്ടാക്കി കളഞ്ഞാൽ പിന്നെ എന്താ കണ്ടിരിക്കുന്നത്? ഇവിടെ കുൽസിതം ഇവിടെ വരും. ഇവിടെ ആൾക്കാർ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർ വന്ന് പ്രതികരിക്കണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ നടക്കണ്ടേ? അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ അവർ ഊട്ടി കൊള്ളാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, അവരെ ഒരു കുറ്റവും പറയാതെ അവർക്ക് ബൂസ്റ്റ് കൊടുക്കാൻ കാര്യം എന്താ? നിങ്ങൾ ഇത് തുടർന്നോളൂ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്, അതിലൊരു തെറ്റുമില്ല, നിങ്ങൾ തുടർന്നോളൂ എന്നുള്ളൊരു ബൂസ്റ്റ് കൊടുക്കുമ്പോൾ ഇവർ വീണ്ടും അത് ചെയ്യും. അല്ലാതെ മറ്റതാണ് മറിച്ച് അവരെ അടിച്ചമർത്തി ഇരുത്തിയാൽ അവരെ പുറത്താക്കി കഴിഞ്ഞ് തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ പ്യൂർലി ബിസിനസ് ആണ്, കംപ്ലീറ്റ് ബിസിനസ് ആണ്. അവർക്ക് പണം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അവരുടെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ അവിടെ കണ്ടന്റ് കൊടുക്കുന്നവരെ മാക്സിമം അവർ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കും. അതിനു വേണ്ടിയിട്ട് അവർ പല കളികളെയും കളിക്കും. അവർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥിയെ 100 ദിവസം കപ്പ് ആർക്കെ കൊടുക്കുക, അവർക്ക് വിഷയമല്ല. 100 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു റിസ്ക്കും ഇല്ലാതെ പ്രേക്ഷകർ തന്നെ വോട്ടിട്ട് അവരെ 100ാമത്തെ ദിവസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ ഫേവറിറ്റിസം കാണിച്ചുകൊണ്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് ഇപ്പോഴും മാത്രമല്ല, എല്ലാ സീസണും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.